വുമൻസ് വേൾഡിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പപ്പായ മോര് കറിയുടെ റെസിപ്പിയാണ്. ഞാൻ ഈ കറി മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പപ്പായയുടെ പകുതി പപ്പായ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചെടുത്തത്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ മുറിച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതിന്റെ കൂടെ ഇത് മുങ്ങാൻ പാകത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഈ പപ്പായ നന്നായിട്ട് വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. പപ്പായ വേവിക്കാനായിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അടപ്പ് വെച്ച് ഇപ്പൊ തന്നെ അടച്ചു വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് വേവുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. കറിക്ക് വേണ്ടിയുള്ള തേങ്ങയുടെ മിക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു തേങ്ങയുടെ പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, നല്ല എരിവുള്ള മുളകാണ്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കുക. നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിരിക്കണം. ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം പപ്പായ വെന്തതിന് ശേഷം. അപ്പോൾ നമുക്ക് പപ്പായ വെന്തോന്ന് നോക്കാം. നല്ല ചൂടുണ്ട്, പതുക്കെ വേണം എടുക്കാൻ, അല്ലെ ആവി നമ്മുടെ കയ്യിലേക്ക് ആവും. 10 മിനിറ്റ് കൂടുതൽ നേരം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്, അപ്പോൾ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ തൈരാണ്. ഞാനിവിടെ 1 ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ തന്നെ ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കാം. വെറും 1 പൾസ് കൊടുത്താൽ മാത്രം മതി. അപ്പൊ തൈര് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഒഴിക്കാം. നല്ല പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പിരിഞ്ഞു പോകാൻ സാധ്യത കുറവാണ്. നിങ്ങൾ എടുക്കുമ്പോൾ പുളിയുള്ള തൈര് എടുത്താൽ ഒരിക്കലും പിരിയത്തില്ല. പുളി കുറവാണെങ്കിൽ കുറച്ച് അധികം തൈര് ചേർക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ കറി ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറി തിളക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ കറി ഇത് ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. ഒരുപാട് തിളക്കാനൊന്നും വിടണ്ട. തിളച്ചാലും കുഴപ്പമൊന്നുമില്ല. പുളിയുള്ള തൈരാണെങ്കിൽ ഒരിക്കലും പിരിയൊന്നുമില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റവ് ഒന്ന് മാറ്റാം. കറിക്കായിട്ട് കടുക് വറുത്തിടാം. അതിനായിട്ട് ഇവിടെ ഒരു തട്ക പാൻ വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതും ഒന്ന് റെഡിയായി വന്നാൽ അതിലേക്ക് 2 വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തിടാം. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തിടുമ്പോൾ ഉലുവ ഇടാൻ മറന്നു പോകരുത്. കാരണം ഉലുവ ഈ ഒരു കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഉലുവ ഇട്ടാൽ. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു പപ്പായ കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല നാടൻ റെസിപ്പിയാണ് ഇന്ന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുളിയുള്ള തൈരാണെങ്കിൽ എന്തായാലും പിരിയത്തില്ല. പുളിയില്ലാതെ കട്ട തൈര് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തൈരാണെങ്കിൽ അത് പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. തിളക്കുന്നത് മുന്നേ തന്നെ ഒന്ന് ചൂടായാൽ ഓഫാക്കുക.